നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു ചെയ്തത് ശരിയായില്ല. എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നു. ടെസ്റ്റ് ചെയ്ത് ഇൻഹീലറിന്റെ റിസൾട്ട് വരട്ടെ ഋതിക മാഡം. പോലീസും കോടതിയൊന്നുമല്ല, ശിക്ഷ വിധിക്കാൻ പോകുന്നതേ നമ്മളാ. ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാജു. അത് ശരിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഇൻഹേലർ ഇവിടെ എത്തിക്കൂ. നമുക്ക് ആ ഇൻഹേലർ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ. വീട്ടിലിപ്പോ ആരാ ഉള്ളത് ഋതിക മാഡം? വീട്ടില് അമ്മായിയും ദിവ്യേ ഉള്ളൂ. ചെറിയമ്മയും ചെറിയച്ഛനും അപ്പവും ഫംഗ്ഷന് പോയിരിക്കല്ലേ. അവര് തിരികെ എത്തി കാണോ? അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. ശേഖർ സാറിനെ ഞാൻ വിളിച്ചോളാം. ഇൻഹേലർ ശേഖർ സാർ കൊണ്ടുവന്നോളൂ. ദീപക് എന്തിനാ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്? അതെ, എത്രയും വേഗം ഇൻഹേലർ വീട്ടിൽ നിന്ന് മാറ്റണം. ദീപക് സാറേ, ഒന്ന് നിന്നേ. എവിടേക്കാ വലിയ തിടുക്കത്തില്? അല്ല, ഞാൻ അമ്മയോട് ആ ഇൻഹേലർ ഇവിടെ എത്തിക്കാൻ പറയാൻ വേണ്ടി ഫോൺ ചെയ്യാൻ. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒയ്യോ, സോറി ദീപക് സാറേ, സോറി. ഒയ്യോ അയ്യോ, ഫോൺ പൊട്ടിപ്പോയല്ലോ. ഇങ്ങ് തന്നേക്ക്. ഏയ് വേണ്ട വേണ്ട, ഫോണിന്റെ ഡിസ്പ്ലേ മാറിയിട്ട് ഞാൻ തിരിച്ചു തരൂ. എന്റെ കൈകൊണ്ടുണ്ടായ ഡാമേജ് ഞാൻ തന്നെ ശരിയാക്കി തരണ്ടേ? അതല്ലേ മര്യാദ. എന്താ നീ ചെയ്ത് പറ. ഒരു കുഴപ്പമില്ലാതിരുന്ന വർമ്മ സാറിന് പെട്ടെന്ന് എങ്ങനെ വയ്യാതായി? അതൊക്കെ എങ്ങനെ എനിക്കറിയാം? നീ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാടാ നിന്റെ മോന്തക്കെട്ട് ഞാൻ ആദ്യം ഓർമ്മ പൊട്ടിച്ചത്. ഇത്രയും നാളും വർമ്മ സാറിനെ മാത്രം ഓർത്താ നിന്നോട് ഞാൻ ക്ഷമിച്ചത്. ഋതിക മേഡത്തെ ആക്സിഡന്റിൽ കൊടുക്കാനും കാശ് വേണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും എൻഗേജ്മെന്റ് മുടക്കാൻ നോക്കിയിട്ടും എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നീ പഠിച്ച പണി 18 പയറ്റിയിട്ടും ഞാൻ നിന്നോട് ക്ഷമിച്ചു. പക്ഷെ അന്നം തരുന്ന കൈക്ക് നേരെ നീ പത്തി ഉയർത്താൻ ധൈര്യം കാണിച്ചത് എനിക്ക് ക്ഷമിക്കാൻ പറ്റണ്ട. നിനക്കെന്താ ഭ്രാന്തായോ? അമ്മാവനെ ഞാനെന്തിനാ കൊല്ലാൻ നോക്കുന്നത്? നിനക്കുണ്ട ചോറിനുള്ള നന്ദിയില്ല, ആരോടും സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത വെറും ആങ്കാരിയ നീ. അമ്മയില്ലാത്ത ആ പാവ ഋതിക മേഡത്തിനോട് നിനക്ക് വാശി. നിന്റെ ദുർനടപ്പും ദുർവിചാരങ്ങളെയും ചോദ്യം ചെയ്ത വർമ്മ സാറിനെ നീ അല്ലടാ കൊല്ലാൻ നോക്കി. ഞാനൊന്നും ചെയ്തില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇനി എന്നെ തല്ലരുത്. തല്ലരുന്നല്ലേ പറഞ്ഞത്? തല്ലും. സത്യം നീ പറയുന്നത് വരെ നിന്നെ ഞാൻ തല്ലും. പുറത്ത് പാടറിയിക്കാതെ നിന്റെ ഈ മസിൽ ബോഡി ഞാൻ ഇഞ്ചിഞ്ചായി ചതയ്ക്കും. പറടാ, നീയല്ലേ വർമ്മ സാറിന്? നിന്നെ ചെറുപ്പം മുതൽ വളർത്തിയത് അദ്ദേഹം അല്ലടാ. നിന്നെ തീറ്റിപ്പോറ്റി അമേരിക്കയിൽ അയച്ച് പഠിപ്പിച്ചത് അദ്ദേഹം അല്ലടാ. എന്നിട്ടാണോടാ നീ ഇവിടെ നടന്നത്? നീ പുറത്താരോടെങ്കിലും പറഞ്ഞ വർമ്മ സാർ ആശുപത്രിയിലായത് നീ കാരണമാണെന്ന് പറഞ്ഞ് ഞാൻ ഋതിക മാഡത്തിനെ കൊണ്ട് നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുപ്പിക്കും. നിന്റെ സ്വഭാവ ഗുണം അറിയാവുന്ന എല്ലാവരും അത് ശരിയാണെന്നേ പറയൂ. ഇൻഹേലറിന്റെ റിസൾട്ട് വരുന്നത് വരെ നിനക്ക് ആയുസുള്ളൂ ദീപകൻ. അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു. വർമ്മ സാറിന് സംഭവിച്ചതിന്റെ പിന്നിൽ നീയാണെങ്കിൽ പിന്നെ നീയില്ല. രാജുവാ പറയുന്നത്.
ഇത് ആശുപത്രിയാണ്. സോറി സിസ്റ്റർ. മിസ്റ്റർ വർമ്മ, ഹൗ ഡു യു ഫീൽ നൗ? Feeling better, doctor. ചെറിയ ഇൻഹേലർ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു മോളെ. ചേട്ടൻ എങ്ങനെയുണ്ട്? ആ, അച്ഛനിപ്പോ ഓക്കെ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. സിസ്റ്റർ, ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഇൻഹേലർ. ഓക്കെ, ഞാനിത് ലാബിൽ കൊടുത്തേക്കാം. അല്ല, ശേഖർ സാറെ പോന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ ചേട്ടനെ കണ്ടിട്ട് വരാം. രാജു ഇതിനിടയ്ക്ക് എവിടെ പോയതാ? ദീപകിന് ചെറിയൊരു കോഴ്സ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞു. കുറച്ചു നേരത്തേക്ക് നടക്കാൻ ചെറിയൊരു പ്രയാസം കാണും. രാജു ചെയ്തത് ശരിയായില്ല. എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നു. ടെസ്റ്റ് ചെയ്ത് ഇൻഹീലറിന്റെ റിസൾട്ട് വരട്ടെ ഋതിക മാഡം. പോലീസും കോടതിയൊന്നുമല്ല, ശിക്ഷ വിധിക്കാൻ പോകുന്നതേ നമ്മളാ. അയ്യോ, ദീപക് സാർ ഇങ്ങനെ നിന്ന് ക്ഷീണിക്കാതെ ഇരിക്കേ. ഇരിക്കു ദീപക് സാറേ. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ്, എന്ത് ടെൻഷൻ? എന്റെ മുഖം കണ്ട അങ്ങനെ തോന്നുവോ? തോന്നും. അടി കൊണ്ട് കലങ്ങിയ നിന്റെ തൊലിവെളുപ്പും നിന്റെ ഈ പരങ്ങളും കണ്ട എന്തോ നിനക്ക് വലിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നും. ഏയ്, ഇല്ലില്ല. അമ്മാവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുമല്ലേ. ഞാനൊരു നേർച്ച അമ്മാവന് വേണ്ടി നേർന്നായിരുന്നു. ഞാൻ അതിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. നല്ലതാ. പക്ഷേ ഈ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാ നിനക്ക് പിന്നെ അനങ്ങാൻ പറ്റൂ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.